AK ബിൽഡേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഒരു അടിപൊളി 4 BHK വീടാണ്. വെറും ഒരു 20 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കൂറ്റൻ വീട് സ്വന്തമാക്കാം. ഈ വീട് വരുന്നത് തിരുവനന്തപുരത്തെ തിരുമലയ്ക്ക് സമീപം പൊറ്റയിൽ എന്ന സ്ഥലത്താണ്. 4.25 സെന്റ് 2000 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ 4 ബെഡ്റൂംസ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു വീട് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി വീടിന്റെ കോമ്പൗണ്ട് ഉള്ളിലേക്ക് കയറി വന്നാൽ ആദ്യമേ തന്നെ ഫുള്ളി ഇന്റർലോക്ഡ് ആയ ഒരു മുറ്റം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കാർ പോർച്ച് ഏരിയയിൽ ഉൾപ്പെടെ 2 കാറുകളും ബൈക്കുകളും ഒക്കെ പാർക്കിംഗ് ചെയ്യുന്ന സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചുറ്റും കാണാൻ കഴിയുന്നതിൽ മുഴുവനായി ഗ്രീനറി നിറച്ചുകൊണ്ടാണ് വീടിന്റെ എക്സ്റ്റീരിയർ വർക്കൊക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടേക്ക് വന്നാൽ നമുക്ക് ഇവിടെ ഒരു ഗാർഡനിങ് പ്രൊവിഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഗാർഡൻ പ്രൊവിഷൻസ് പല സ്ഥലങ്ങളിലേക്ക് കൊടുത്തിരിക്കുകയാണ്. കാർ പോർച്ച് ഏരിയയുടെ ഈ ഭാഗത്തേക്ക് വന്നാൽ വലിയൊരു കാർ തന്നെ പാർക്കിംഗ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ വീടിന്റെ പ്രൈമറി വാട്ടർ സോഴ്സായ കിണർ ഇവിടെ അവൈലബിൾ ആണ്. ഇതുകൂടാതെ പൈപ്പ് ലൈൻ കണക്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തും ഗാർഡൻ പ്രൊവിഷൻസ് ഒക്കെ തന്നെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് പോവാം. ഉള്ളിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപായി ഈ ഒരു സിറ്റ് ഔട്ട് ഏരിയ ഉണ്ടോ, മുഴുവനായി വുഡൻ പാനലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ വീടിന്റെ വുഡൻ പാനലിംഗും ഫർണിഷിങ്ങും മറ്റെല്ലാം തന്നെ പ്ലാവ് തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു സിറ്റിംഗ് ഏരിയ തന്നെ ലഭിക്കുന്ന ഒരു ഓപ്പൺ സിറ്റ് ഔട്ട് ഏരിയ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫോർ സീലിംഗ് വർക്ക്സ് ഇവിടെ തൊട്ട് തന്നെ തുടങ്ങുന്നുണ്ട്. ഇവിടെ കാണുന്ന ഈ ഒരു ഫ്രണ്ട് ഡോറും വീടിന്റെ എല്ലാതരം വുഡ് വർക്ക്സും പ്ലാവിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് കഴിഞ്ഞ് വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ നല്ല വിശാലമായ എൽ ഷേപ്ഡ് ഗ്രൗണ്ട് ഫ്ലോർ ഹോളിലേക്കാണ് എത്തിച്ചേരുന്നത്. നിങ്ങൾ കാണുന്ന പോലെ ഈ ഒരു ലിവിംഗ് സ്പേസ് എത്ര വലുതായിട്ടാണ് ചെയ്തിരിക്കുന്നത് കണ്ടോ. ഇവിടെ തന്നെ ഒരു സൈഡിലെ TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്റീരിയർ വർക്ക്സ് ഉൾപ്പെടെ എല്ലാത്തരം മോഡേൺ പ്രൊവിഷൻസും ഇവിടെ അവൈലബിൾ ആണ്. വളരെ വിശാലമായി തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു ലിവിംഗ് സ്പേസ് ഏരിയ ഏകദേശം 14x12 ഫീറ്റ് ഡയമെൻഷനിലാണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിലെ പോലെ തന്നെ വീടിന്റെ എല്ലാ ഭാഗത്തും മനോഹരമായ ഫോർ സീലിംഗ് വർക്ക്സ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാണുന്നത് പോലെ പ്രൊഫൈൽ ലൈറ്റ്സും LED ലൈറ്റ്സും ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഫോർ സീലിംഗ് വർക്ക്സ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് വന്നാൽ ഇവിടെ ഏകദേശം 12x8 ഫീറ്റ് ഡയമെൻഷനാണ് ഈ ഒരു ഡൈനിങ് സ്പേസ് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് സൈഡിലായി തന്നെ വീടിന്റെ മോഡലിൽ ഓപ്പൺ കിച്ചൺ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വരാം. അതിനു മുൻപായി ഈ ഭാഗത്തായിട്ടാണ് വാഷിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കേസിന് സൈഡിലായിട്ട് ഈ വാഷിംഗ് ഏരിയയുടെ വാഷ് ബേസിനൊക്കെ തന്നെ സൊമാനിയുടെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ഇൻവെർട്ടർ പ്രൊവിഷൻസ് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ തന്നെ ഈ സൈഡ് കണ്ട പൊളിച്ചടുക്കിയിട്ടുണ്ട് ഡിസൈനിങ് ഒക്കെ. പിന്നെ അത് കഴിഞ്ഞ് ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂം. ആകെ മൊത്തം 4 ബെഡ്റൂംസ് അടങ്ങുന്ന ഈ ഒരു വീടിനുള്ളിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 1, ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂംസുമാണ് കൊടുത്തിരിക്കുന്നത്. കാണുന്നത് പോലെ എല്ലാ ബെഡ്റൂംസിലും ഫോർ സീലിംഗ് വർക്ക്സും വാർഡ്രോബ്സും അറ്റാച്ച്ഡ് ബാത്റൂംസും അവൈലബിൾ ആണ്. ഇവിടെ കാണുന്നത് പോലെ നല്ല സ്റ്റോറേജ് ഓപ്ഷൻസ് ഒക്കെ ലഭിക്കുന്ന വാർഡ്രോബ്സ് തന്നെയാണ് ബെഡ്റൂംസ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂം ഏകദേശം 12x10 ഫീറ്റ് ഡയമെൻഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വന്നാൽ കാണുന്ന പോലെ എല്ലാതരം മോഡേൺ ഫിക്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. സെറയുടെയും സൊമാനിയുടെ മെറ്റീരിയൽസ് ആണ് ഇതിനെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബ്യൂട്ടിഫുള്ളും എഫിഷ്യന്റുമായി നിർമ്മിച്ചിരിക്കുന്ന കിച്ചണിന് ഫോൾ സീലിംഗ് വർക്ക്സും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മനോഹരമായ സ്റ്റെയർ കേസ് ഏരിയയിലൂടെ വേണം ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാൻ. പോകുമ്പോൾ തന്നെ ഹാൻഡ്രൽസ് ഒക്കെ പ്ലാവ് തടിയിൽ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ആദ്യമേ തന്നെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ വളരെ വിശാലമായ ഒരു ഹോള് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലാകെ മൊത്തം 3 ബെഡ്റൂംസും 2 അറ്റാച്ച്ഡ് ബാത്റൂംസും ഒരു കോമൺ ബാത്റൂമും ഒരു ബാൽക്കണിയുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ തന്നെ ഒരു സെക്കൻഡറി TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു സിറ്റിംഗ് സ്പേസ് അറേഞ്ച് ചെയ്യാൻ കഴിയുന്ന സ്പേസ് ഇവിടെ അവൈലബിൾ ആണ്. ഒരു ഫാമിലി മീറ്റിംഗ് സ്പേസ് ആയോ ഗെറ്റ് ടുഗദർ പ്ലേസ് ആയോ യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസ് തന്നെയാണിത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ ഹോളിന്റെ ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയാണ് കോമൺ ബാത്റൂം കൊടുത്തിരിക്കുന്നത്. കാണുന്നത് പോലെ ഈ ഒരു ബാത്റൂമിലും എല്ലാത്തരം മോഡേൺ പ്രൊവിഷൻസും അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂം കാണാം. ഇതാണ് വീടിന്റെ മാസ്റ്റർ ബെഡ്റൂം. കാണുന്ന പോലെ വീടിനുള്ളിലെ ഏറ്റവും വലിയ ബെഡ്റൂമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഈ ബെഡ്റൂമിലും വാർഡ്രോബും അറ്റാച്ച്ഡ് ബാത്റൂമും ഫോർ സീലിംഗ് വർക്ക്സും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു മേക്കപ്പ് ഏരിയ കൂടെ ഇവിടെ അവൈലബിൾ ആണ്. ഈ ഭാഗത്തായി കാണുന്നതാണ് ഈ ബെഡ്റൂമിന്റെ മേക്കപ്പ് ഏരിയ. മേക്കപ്പ് ഏരിയയുടെ സൈഡിലായി തന്നെ നമുക്ക് മാസ്റ്റർ ബാത്റൂം കാണാൻ സാധിക്കും. കാണുന്ന പോലെ വീടിനുള്ളിലെ ഏറ്റവും സ്പേഷ്യസ് ആയ ബാത്റൂമാണിത്. ഇനി ഇവിടെ കാണുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. മറ്റ് ബെഡ്റൂംസുകളിൽ കണ്ടതുപോലെ തന്നെ ഈ ബെഡ്റൂംസിലും ഫീച്ചേഴ്സ് സെയിം തന്നെയാണ്. ഇനി നമുക്ക് ഈ വീടിന്റെ ജനറൽ ഡീറ്റെയിൽസിനും ലൊക്കേഷനെ പറ്റി പറയാം. തിരുവനന്തപുരത്തെ തിരുമലയ്ക്ക് സമീപം പൊറ്റയിൽ എന്ന സ്ഥലത്താണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. മെയിൻ റോഡിൽ നിന്നും വെറും ഒരു 100 മീറ്റർ സഞ്ചരിച്ചാൽ ഈ ഒരു വീട്ടിലേക്ക് എത്താൻ കഴിയും. സ്കൂൾ, കോളേജസ്, ഹോസ്പിറ്റൽസ്, ഗ്രോസറീസ് എന്നിങ്ങനെ എല്ലാത്തരം അത്യാവശ്യ സേവനങ്ങളും വീടിന് തൊട്ടടുത്ത് തന്നെ അവൈലബിൾ ആണ്. ഇനി ഇവിടേക്ക് വരുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ 3ാമത്തെ ബെഡ്റൂമാണ്. ഇതൊരു സ്റ്റഡി റൂമായോ ചിൽഡ്രൻ റൂമായോ സെറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഇപ്പോൾ വച്ചിരിക്കുന്നത്. വേണമെങ്കിൽ ഒരു ഹോം തിയേറ്റർ ആയി വരെ ഇവിടെ കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ഫ്ലോറിൽ ഈ ഒരു ബെഡ്റൂമിന് മാത്രമാണ് അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ലാത്തത്. ഇനി ഇവിടേക്ക് വന്നാൽ ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ ബാൽക്കണി സ്പേസ്.
ഇവിടെ നിന്ന് കാണുന്നത് പോലെ ഒരുപാട് വീടുകളും നാച്ചുറൽ ഫ്രണ്ട്ലിയുമായ ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയിലാണ് ഈ ഒരു വീട് വരുന്നത്. കാണുന്ന പോലെ നല്ല ഭംഗിയിലുള്ള ഇന്റീരിയർ വർക്ക്സ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്കും ചെറിയൊരു സ്പേസ് അവൈലബിൾ ആണ്. കണ്ടോ, ഇവിടെ നല്ലൊരു സ്പേസ് അവൈലബിൾ ആണ്. ഈ വീടിന് ഞങ്ങൾ ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്നത് 80 ലക്ഷം രൂപയാണ്. ഈ സ്ലൈലി നെഗോഷ്യബിൾ തന്നെയാണ്. വെറും ഒരു 20 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ബാക്കി എമൗണ്ട് ലോണായി അറേഞ്ച് ചെയ്ത് തരാവുന്നതാണ്. ഈ വീട് വിസിറ്റ് ചെയ്യുവാനും കൂടുതൽ ഡീറ്റെയിൽസിനുമായി ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.